മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു RD മെമ്മറീസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഡോബാസ്പേട്ട്, ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കർട്ട്, അവിടുന്ന് പൂനെയിലോട്ട് പോവുക. രാവിലെ ഇപ്പം 4:30 മണിക്ക് തിരിച്ച് ഞങ്ങൾ. ഇനിയും ഒരു 830 കിലോമീറ്റേഴ്സ് റഫ്ലി ഓട്ടോ ഉണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ ടോൾ വന്ന് കർണാടകയിൽ. ഇന്നത്തെ രണ്ടാമത്തെ ടോൾ പ്ലാസ കാരാഞ്ചീവനഹല്ലി ടോൾ പ്ലാസ. നമ്മളിപ്പം തുംകൂർ കഴിഞ്ഞ് ചിത്രദുർഗിലോട്ട് പോവുക. സമയം ഇപ്പം 5:20. 60 കിലോമീറ്റർ റണ്ണിങ് ആയിട്ടുണ്ട്. ദാവൻഗിരിയൊക്കെ സ്ട്രേറ്റ്. ഇപ്പം രാവിലെ വെളുപ്പിനെ 5:45, 5:45 ആയി. 86 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതുവരെ. റോഡൊക്കെ നല്ല കണ്ടീഷനാണ് ഇവിടെ. ഇപ്പം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയത്തില്ല എങ്ങനെയാണ്. മഴയൊന്നും ഇല്ല ഇവിടെ. അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പം ഡ്രൈവിങ്ങിന് നല്ല കാലാവസ്ഥ. വേറൊരു ടോൾ പ്ലാസ വന്നു. ഗുയിലാലു ടോൾ പ്ലാസ. കർണാടകയിലെ റോഡ്സൊക്കെ നല്ല 6 ലൈൻ റോഡ്, വലിയ വലിയ റോഡ്. ഇടയ്ക്കിടയ്ക്ക് പണിയുണ്ട്. പണി നടക്കുന്നത് കൊണ്ട് പണിയെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ പ്രോബ്ലം വരത്തില്ലായിരിക്കും അത്രയും. മലയിലെല്ലാം കാറ്റാടി വിൻഡ് മിൽസാ. നല്ല രസമാണ് ദൂരേന്ന് കാണാൻ. മലയുടെ പുറത്ത് ഒത്തിരി ഉണ്ടെന്ന്. ഒത്തിരി എണ്ണം ഉണ്ട്. അടുത്ത് ചെല്ലുമ്പോ ഇത് ഒത്തിരി വലുതാ. ദൂരേന്ന് കാണുമ്പോ ഒത്തിരി ചെറുതായിട്ട് തോന്നും. ഇതിന്റെ ഓരോ ലീഫ് കൊണ്ടുപോകുന്ന കാണാൻ കാണാതിരിക്കും. ചെറുതായിട്ട് കാണാതിരിക്കും. ഇപ്പം ചിത്രദുർഗ അടുക്കാറായി. ചിത്രദുർഗ ലെഫ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ അകത്തോട്ട്. ഇനി ആ ഏരിയ ചിത്രദുർഗ, അതിന്റെ എക്സിറ്റ് അവിടെ. ഈ ലെഫ്റ്റ് കാണുന്ന എക്സിറ്റ്. നമ്മളിപ്പം സ്ട്രേറ്റ് ഇനി ഫ്രണ്ടിൽ പോവാം. ഹുബ്ലി, ധാർവാഡ്, ബെൽഗാവി ആ റൂട്ടിലോട്ട്. ദാവൻഗിരി സ്ട്രേറ്റ്, ഹോസ്പേട്ട് സ്ട്രേറ്റ്, പൂന സ്ട്രേറ്റ്. താഴെ റോഡ് പോകുന്നുണ്ടോ? അതേതാണ്ട് ഹൈവേ തന്നെ. അത് വേറെ ഒരു പുതിയ ഹൈവേ വരുന്ന ഹൈവേ വല്ലായിരിക്കും. അത് ഹൈവേ ആവത്തില്ല. ചിത്രദുർഗ പോകുന്ന റോഡായിരിക്കും. അകത്തോട്ട് പോകുന്ന വല്ല റോഡായിരിക്കും. ചിത്രദുർഗ പോകുന്ന റോഡായിരിക്കും. നല്ലതാണ്. രണ്ട് നിന്നിരിക്കുക. ബാക്കിയെല്ലാം ചാലുക. ഇവിടുന്ന് കാണുമ്പോൾ ചെറുതാണ്, അടുത്ത് കാണുമ്പോൾ എത്ര വലുത്. ഗോവ ഇവിടുന്നും പോകാവോ? 400 കിലോമീറ്റർ ഉണ്ട് ഗോവ ഇവിടെ. എവിടെ ചെന്ന് നമ്മുടെ നമ്മള് കൊലപ്പൂരിന്റെ ഇപ്പുറം വെച്ച് തിരിയാനൊക്കെ. ബെൽഗാവിന്റെ അവിടെ നിന്ന് തിരിയാനൊക്കെ ഒത്തിരി റൂട്ട്. ആ പാറ ഇരിക്കുന്നുണ്ട് ദൂരേന്ന്. ഒരു പക്ഷി ഇരിക്കുന്ന ദൂരേന്ന് നോക്കുമ്പോ ആ ഒരൊറ്റ പാറ. അവിടെ ഒരു കുന്നുപോലെ മലയുണ്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ. കിലോമീറ്റർ എത്ര ഇനിയും നോക്കട്ടെ. ഇതൊക്കെ ഇവിടുത്തെ
63 കിലോമീറ്റർ ദാവൻഗിരി വരും. ശിവമോഗ ലെഫ്റ്റിലോട്ട് 110 കിലോമീറ്റർ. ഇറക്കമാകുമ്പം അവിടെയുള്ള ആ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ എങ്ങനെ. പൂനെക്ക് 609 കിലോമീറ്റർ. അടുത്ത ടോളിനാക്കായി. ഇത് എത്രാമത്തെ ടോളിനാക്കായ? 4. ഹേബാലു ടോൾ പ്ലാസ. ഹുബ്ലിനിയും 169 കിലോമീറ്റർ സ്ട്രേറ്റ്. ബെൽഗാവി എത്താൻ 266 കിലോമീറ്റർ ഉണ്ട് ഇനി. റോഡ് കണ്ടോ? കിലോമീറ്റർ ഇങ്ങനെ സ്ട്രേറ്റ് കാണാം റോഡില്. ഉറക്കം വരും എന്നല്ലേ ഇങ്ങനത്തെ റോഡിൽ ഓടിക്കാൻ പറ്റും. വണ്ടികൾ കുറവാണ്. വണ്ടികൾ ആർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് റോഡ് ഡൈവേർഷൻ ആകുമ്പോ ഒരു ഇച്ചിരി സ്ലോ ആവും. 30-40 സ്പീഡാവും. നമ്മളിപ്പം തുംഗഭദ്ര നദിയുടെ പുറത്തുനിന്നാ പോകുന്നത്. ഈ നദിയിൽ വെള്ളമുണ്ട്, നോക്കിയാൽ കുറച്ച് വെള്ളമുണ്ട്. കുറച്ച് വെള്ളം. കട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ബ്രിക്സ്. എന്തോ ടയറിന്റെ കടയോ വണ്ടി വീഡിയോ ചാലോ കണ്ടോ? അത് ടയറിന്റെ ഒരു ലോഡിനകത്ത് എത്ര ടയറുണ്ട്? അത് മെഷീൻ പുള്ളറിന്റെ ബാക്കില്ലേ എടുത്തോണ്ട് പോകുന്ന ടയർ. അത് ഒന്നിന്റെ പുറത്തൊന്ന് കയറ്റിയത്. വെൽക്കം ടു ചേലഗിരി ടോൾ പ്ലാസ. റൈറ്റ്. അത് വേറെയാ. അറിയത്തില്ല. ഏതാണ്ട് ശ്രീ ഗണേഷ് റെസ്റ്റോറന്റ്. എവിടെന്ന് അറിയുന്നില്ല. അത് നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നിയർ മീയോ? അച്ഛാ, നല്ല വ്യൂ ഇല്ലയോ? നല്ല വ്യൂ. ഇത്തിരി ദൂരം വരെ കാണാല്ലേ റോഡ്. ഇനി അങ്ങോട്ട് ഫ്രണ്ടിൽ പോകുമ്പോ എങ്ങനെയായിരിക്കും? റോഡിന്റെ പണിയൊക്കെ നടക്കുമ്പോ എല്ലാം ട്രാഫിക് ജാം ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു ട്രക്ക് പോകുന്നു. അതിനകത്ത് ഫുള്ള് മാങ്ങയുടെ ലോഡാണ്. പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും എല്ലാം ഉണ്ട്, മിക്സാ. പിന്നെ ഇപ്പോൾ 9 മണിയായി ടൈം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നൊരു 3/4 മണിക്കൂർ പോയി. അത് കാമത്ത് ആഹാർ എന്ന് പറഞ്ഞ ഹോട്ടലാ. സാധാ ദോശ 3 എന്തൊക്കെയാണ്? ഉഴുന്നുവട ഒരു പ്ലേറ്റ്, ഉഴുന്നുവട ഒരു പ്ലേറ്റ്, പിന്നെ ഉപ്പുമാവ് ഒരെണ്ണം, പിന്നെ 2 ചായ, ഒരു കോഫി, 3 എക്സ്ട്രാ വടയും മേടിച്ച്. 3 എക്സ്ട്രാ വട. 85 രൂപയായി. അതിനകത്ത് ടേസ്റ്റ് ഒക്കെ നല്ല, റേറ്റ് ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു. ഒരു വടക്ക് 38 രൂപ. GST പിടിച്ചോണ്ട് റേറ്റ് കൂടുതല ഇവിടെ. എന്നാലും ടേസ്റ്റ് നല്ലതായിരുന്നു. ലേഡീസാ മൊത്തം അവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് ടേസ്റ്റ് നല്ലതായിരുന്നു. നാഷണൽ ഹൈവേയിൽ റോഡ് പണി കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്പീഡ് ഇച്ചിരി കുറയും ഇവിടെ. ഇപ്പം സമയം 9 മണിയായി. 275 കിലോമീറ്റർ റണ്ണിങ് ആയിട്ടുണ്ട് ഇതുവരെ. രാവിലെ 4:30 ഡോബാസ്പേട്ട്, ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കർട്ടാ, അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു 4:30 മണിക്ക്. ഇപ്പം 9 മണിയായി. ഇപ്പം ഇതുവരെ റോഡിന് പ്രോബ്ലം ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക്
ഇച്ചിരി റോഡ് പണിയൊക്കെ ഉണ്ട്. എന്നാലും മഹാരാഷ്ട്ര അടുക്കുന്നവരും എനിക്ക് ഒന്ന് കൂടുതൽ റോഡ് പണി നടക്കുന്നുണ്ട് അവിടെ. ഇന്നലെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് തിരിച്ചായിരുന്നു. തേനി ആ റൂട്ടിൽ കൂടെ, ആ റൂട്ടിൽ കൂടെ വന്ന് കേരളത്തിൽ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ. എറണാകുളം, തൃശ്ശൂർ അവിടെയൊക്കെ വെള്ളമായിരുന്നല്ലോ. അതിന് ഈ റൂട്ട് പിടിച്ച് വന്ന് അതിന് നല്ല, ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല ഇതുവരെ. വെയിൽ തന്നെ, നല്ല വെയിലുണ്ട് ഇപ്പം കേരളത്തിൽ. ഇന്നലെ ഭയങ്കര മഴയാന്ന് പറയുന്നില്ലേ. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയത്തിയുടെ മകനും കൂടിയുണ്ട്, ഗൗരി നന്ദനൻ, ഞങ്ങളുടെ കണ്ണപ്പൻ. ഞങ്ങളുടെ റിയ ഉണ്ട് പുറയില്. പക്ഷെ റിയക്ക് ക്യാമറയുടെ മുമ്പ് വരാൻ വയ്യ, അതുകൊണ്ട് റിയ വന്നില്ല. റിയ പുറയിൽ ഇരിപ്പുണ്ട്. കാളവണ്ടിക്കകത്ത പട്ടി യോ എന്നെ കെട്ടിയിട്ടേക്കുന്നു രണ്ട് സൈഡിൽ നിന്ന് കെട്ടി വെച്ചേക്കുന്നത്. ഇതിന്റെ വീഴാതിരിക്കാനെ രണ്ട് സൈഡിൽ നിന്നും കെട്ടി വെച്ചേക്കുന്നു കഴുത്തേ കൂടെ. വല്ല നിർബന്ധമല്ല കൊണ്ടുപോകാൻ. രണ്ട് സൈഡിൽ നിന്നാ കെട്ടി വെച്ചേക്കുന്നത്. ആ റിയ, ഞങ്ങള് രാജസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേ ആ സ്റ്റോറി എന്ന് പറഞ്ഞേ. മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര എൻട്രി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോ ട്രക്കുകാർ ലൈനായിട്ട് അങ്ങോട്ടും പോകുന്നതും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ എംപിക്ക് പോകുന്നതും മഹാരാഷ്ട്രയിലോട്ട് വരുന്ന എല്ലാ ട്രക്കും ലൈനായിട്ട് കിടക്കുക. ചെക്കിങ്ങാ, RTO പിടിച്ചിട്ട് ചെക്കിങ്ങാ. അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയോ വല്ലതും വാങ്ങുമായിരിക്കും, അതറിയത്തില്ല. അവിടെ ചെക്കിങ്ങാ. അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്ത് പോവല്ലേ, വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ഒരു പോലീസുകാർ ഞങ്ങളെ കൈ കാണിക്കുമായിരുന്നു വണ്ടി സൈഡിലെടുക്കാൻ. അപ്പം ഡാഡോയ്ക്ക് മനസ്സിലായില്ല അത്. ഡാഡോ വിചാരിച്ച് നമ്മുടെ അടുത്ത് പോകാൻ പറയുവാണ്. ട്രക്കിനെ അല്ലേ ഒരു വിളിക്കുന്നത്, കാറിനെ വിളിക്കുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങ് പോരുന്ന. കുറെ ഫ്രണ്ടിൽ വന്നപ്പം പുറയില് പോലീസിന്റെ വണ്ടി വരുന്നുണ്ട്, ഈ ലൈറ്റൊക്കെ ഇട്ട വണ്ടി വരുന്നുണ്ട്. അപ്പം ഡാഡോയ്ക്ക് മനസ്സിലായി നമ്മളെ തന്നെ വരുമായിരിക്കുമോ. ഞങ്ങൾ അതിനു മുമ്പ് പറയുന്നുണ്ടായിരുന്നു നമ്മളെ വിളിച്ചേ ആയിരിക്കുമോ ഇല്ലയോ എന്തുവാന്ന് അറിയത്തില്ലല്ലോ എന്ന്. കുറെ ദൂരം ഞങ്ങളുടെ പുറകെ തന്നെ വന്നു. ഞങ്ങൾ സ്പീഡിൽ തന്നെ അങ്ങ് പോയി, ഞങ്ങൾ സ്ലോ ഒന്നും ചെയ്യാൻ പോയില്ല. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങളുടെ കുറുകെ കൊണ്ടുവന്ന് വെച്ചു വണ്ടി. എന്നിട്ട് ഞങ്ങള് ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ സാബു പറഞ്ഞു നിങ്ങൾ വീഡിയോ പിടിച്ചെന്ന് ഞങ്ങളെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ യൂട്യൂബിന് വേണ്ടി പിടിക്കുക. പിന്നെ അവര് പേരൊക്കെ ചോദിച്ചു, ചാനലിന്റെ പേരെന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ നോക്കിയപ്പോ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരൊത്തിരി കാര്യമൊക്കെ പറഞ്ഞ് നല്ല ഇതൊക്കെ ചെയ്തു, പിന്നെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ അവരുടെ സാബ് വിളിച്ച്, അന്നേരം അവരുടെ സാബിന്റെ അടുത്ത് പറഞ്ഞ് ഇതിനകത്തൊന്നും ഇല്ല വീഡിയോ എന്ന് പറഞ്ഞ് പിന്നെ അവര് തിരിച്ചു പോയി. അങ്ങനെയൊക്കെ ഉണ്ട് പോലീസുകാരിപ്പോഴും. ഞങ്ങളാ ഇവിടെ മധുര വൃന്ദാവനൊക്കെ പോയില്ലായിരുന്നു. അന്നേരം യമന എക്സ്പ്രസ് വേന്നായിരുന്നു പോയത്. അവിടെ യമന എക്സ്പ്രസ് വേ 2 വീലറും എല്ലാ വണ്ടിയും കയറും. 2 വീലർ, ട്രാക്ടർ, എന്താ വേണമെങ്കിലും കയറാണ്. ഇത്രയും വലിയ എക്സ്പ്രസ് വേ എന്നാലും എല്ലാം അല്ല അവിടെ. അവിടെയൊക്കെ ചെടിയുടെ തണലത്തെ ആൾക്കാർ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നതും കാണാം. അങ്ങനെയൊക്കെയാ അവിടുത്തെ. നമ്മുടെ അതിനെക്കാട്ട് തന്നെ നമ്മുടെ മുംബൈ പൂനെ എക്സ്പ്രസ് വേ നോക്കുന്ന 2 വീലർ വിടത്തില്ല, ഒന്നും വിടത്തില്ല. ശരി. അതുമല്ല പിന്നെ ഒരു ടോള് വരും. ആ ടോള് കഴിയുമ്പോഴേ ആഹാരം കഴിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ആഹാരം കഴിക്കേണ്ട ഒരു ഹബ്ബ് തന്നെ ആഹാരത്തിന്റെ. അവിടെ ഫുഡ് കോർട്ടാ. അവിടെ ഫുള്ളും വണ്ടികൾ പാർക്ക് ചെയ്യാനേ സ്ഥലമില്ലാത്ത അത്ര തിരക്കാ അവിടെ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങും കിട്ടത്തില്ല അവിടെ. 2 വീലർ ഉണ്ടായിട്ട് നമുക്ക് ഓവർടേക്ക് ഒക്കെ എടുക്കുമ്പോ ഒത്തിരി ശ്രദ്ധിച്ച് എടുക്കേണ്ടി വരും. അത് മാത്രമല്ല ഈ ബസ്സുകൾ പോത്തില്ലയോ, അപ്പം ഈ ഹൈവേയുടെ ഇടയ്ക്കുന്ന് താഴെ 2 സൈഡും വയലും കൃഷികളും ഒക്കെയാ. അതിന്റെ ഇടയ്ക്കൂടെ അവര് വഴിയുണ്ടാക്കി മേളിൽ കയറി നിൽക്കും ബസ്സുകളിൽ കയറാൻ വേണ്ടിയിട്ട്. ബസ്സുകളുടെ സ്റ്റോപ്പൊന്നും ഇല്ല എക്സ്പ്രസ് വേയില്, പക്ഷെ അവര് ആ സ്ഥലത്തൂടെ ഒക്കെ പൊക്കത്തില്ല. എന്നാലും അവര് അതിന്റെ ഇടയ്ക്കൂടെ കയറി വരും. അവിടെ ഉണ്ട്, നിർത്തും. അടുത്ത ടോൾ പ്ലാസ, വീണ്ടും ഒരു ടോൾ പ്ലാസ വന്നു. ഏതാ ടോൾ പ്ലാസയുടെ പേര്? കന്നഡ എഴുതിയേക്കുന്നത്, നമുക്ക് വായിക്കാൻ ഒക്കത്തില്ല. പേരില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അങ്ങനെയുള്ളു, പേരെഴുതിയിട്ടില്ല. ആ ഫ്രണ്ടിന്റെ വണ്ടിയുടെ പർദ്ദയാ പറക്കുന്നതിന്റെ. പക്ഷെ എന്തോ
3:45 ആയി ഇപ്പം. 330 കിലോമീറ്റർ. നമുക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി സമയമായി അകത്തിരിക്കും. വലിയ ഉച്ചയാവാറായി തോന്നുന്നു. ആ ട്രാക്സിന്റെ പുറകെ കണ്ടില്ലേ, അത്ര വരെ പോകുന്ന തൂങ്ങിക്കിടന്ന്. എനിക്കൊരു പേടിയില്ലേ. ഹൈവേയില് എത്ര പേരുണ്ട് ഈ വണ്ടിക്കകത്ത്? ഒത്തിരിയാണ്. ഹൈവേയിൽ ഇത്ര സ്പീഡിൽ പോകുന്ന വണ്ടിയിൽ സാമനെ നേരെ നോക്കുന്ന ലീനിയം ടവറിന്റെ സൈസ് ആ ടവറിൽ അങ്ങോട്ട് പോയപ്പോ കണ്ടായിരുന്നു. പൂനെ ഇനി 433 കിലോമീറ്റർ ഉണ്ട്. ഹോസ്പേറ്റ് ലെഫ്റ്റിലോട്ട് 163, കാർവാർ 174 ലെഫ്റ്റിലോട്ട്. ഇപ്പം സമയമായി 10:10 361 കിലോമീറ്റർ ഓടി. ബെൽഗാവി 99 കിലോമീറ്റർ സ്ട്രേറ്റ്. മുംബൈ 580 കിലോമീറ്റർ. ഹുബ്ലി ആയത്. ഹുബ്ലി റൈറ്റിലോട്ട് 2 കിലോമീറ്റർ. ഇനി ഹുബ്ലി എറിഞ്ഞ് അടുത്ത ധാർവാഡ് വരും. ധാർവാഡ് എറിഞ്ഞിട്ട് ബേൽഗാവി വരും. ബേൽഗാവി എറിഞ്ഞ് നിപ്പാനി എറിഞ്ഞ് കോലാപ്പൂർ. അപ്പം മഹാരാഷ്ട്ര എൻട്രി ആവും നിപ്പാനി ഏരിയപ്പം. ഹുബ്ലി എറിഞ്ഞിട്ട് ടോള് വന്നു, വേറെ ഒരു ടോള്. ധാർവാഡ് ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട്. ഇനി സമയം 10:15. ഇപ്പൊ ഇത് 2 ലൈൻ റോഡായി. മുമ്പിയും ഫ്രണ്ടിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. ധാർവാഡിലോട്ട് ഹുബ്ലിയിൽ നിന്ന് ധാർവാഡിലോട്ട് പോകുന്ന റോഡായത്. 22 കിലോമീറ്റർ ഉണ്ട് ധാർവാഡ്. ഇനി ഇവിടെ ഇച്ചിരി ട്രാഫിക് സ്ലോ ആവും. ലെഫ്റ്റ് കാണുന്നത് പുതിയ റോഡ് പണിയുന്ന റോഡിന്റെ ജോലി നടക്കും ഇവിടെയൊക്കെ. അതൊക്കെ കംപ്ലീറ്റ് ആകുമ്പം റോഡ് വലുതാവും. ഇപ്പൊ ഇത് 2 ലൈൻ റോഡാന്ന് വെച്ചാൽ ട്രാഫിക് ഒത്തിരി ജാം ആവുന്ന ഈ ഹുബ്ലി ധാർവാഡ് ലൈന് പാച്ചില്. ഇവിടെ ഈ റോഡ് കംപ്ലീറ്റ് ആകുമ്പം വലിയ റോഡാവും. ഇവിടെ 2-3 വർഷം കൂടെ ആവും എല്ലാം കൂടെ. റോഡ് പണിയുടെ മണ്ണ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫുള്ള്. അവിടെ ആ പാച്ചും കൂടെ ആകുമ്പോൾ നല്ല റോഡ്. അപ്പം 4 വരി 4 ലൈൻ റോഡാവും. 4 ലൈൻ റോഡാവും. ഇവിടെ ഇപ്പം 2 ലൈനാ. കുറെ സമയം എടുക്കും, എന്നാലും കുറെ വർഷങ്ങൾ എടുക്കും ഈ റോഡ് കംപ്ലീറ്റ്. കാറ് കയറി വരുന്നുണ്ട്. കണ്ണടിച്ച് കാണിക്കും. നമ്മളും കണ്ണടിച്ച് കാണിക്കും. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് റൈറ്റ് മേളിലോട്ട് ഒരു റോഡ് പോകും. ആ റോഡ് യെല്ലപ്പൂരിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് ആ റൂട്ടിൽ കൂടെ പോവാൻ, കേരളത്തിൽ പോകാൻ നോക്കും. പൂനെ 412 കിലോമീറ്റർ. കുറെ ധാർവാഡിന്റെ ടോൾ പ്ലാസ പോയി. ബേൽഗാവി 72 കിലോമീറ്റർ. കൊള്ളാപ്പൂർ 180 കിലോമീറ്റർ. ധാർവാഡ് കഴിഞ്ഞപ്പോ പിന്നെ 6 ലൈൻ റോഡായി. ആ പാച്ച് ധാർവാഡ് ടു ഹുബ്ലിയുടെ പാച്ച് 2 ലൈനാ. അതിനാൽ ട്രാഫിക് ഒത്തിരി സ്ലോ ആവുന്നു അവിടെ. ഇവിടെ ബേൽഗാവിയുടെ അടുത്ത പമ്പിൽ പെട്രോൾ എല്ലാവരും കെട്ടി കുറവാണ്. കർണാടകയിൽ 99.73. ഈ ഫുള്ള് ടോട്ടൽ കേരള ട്രിപ്പിൽ എല്ലാവരും കെട്ടി കുറവ് പെട്രോൾ ഇവിടെ കിട്ടിയ 99.73 ആകുമ്പോൾ. പിന്നെ മിക്കവാറും കർണാടകയില് 101.10 ഒക്കെ 101.53 ഒക്കെ എല്ലായിടും. കേരളത്തിലാ വില കൂടുതൽ 107 രൂപ കണ്ട. ഇത്ര വേലിനും ചെടി നല്ല ഇതായിട്ട് നിൽക്കുന്നത്. അവര് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കും. വെള്ളം റെഗുലറിലായിട്ട് ഒഴിക്കും. മെയിൻറ്റെയിൻ ചെയ്യും ഒരു റോഡൊക്കെ അവിടുത്തെ. എങ്ങനെയുണ്ട് കാറ്റ് മേളിന്ന്?
മനസ്സിലായിട്ടായിരുന്നോ? ഇല്ല. അടയ്ക്കട്ടെ ഇനി അടയ്ക്കട്ടെ. അല്ല എങ്ങനെയുണ്ടെന്ന് മേളി എന്നിട്ട് വിട്ടേര് തന്നെ അടച്ചോളൂ. ഒന്നും കേൾക്കത്തില്ല ശരി. കാറ്റല്ലേ. വേറൊരു ടോള് വന്ന് ഹിരേ ബാഗേവാടി ബേൾഗാവ് ധാർവാഡ് സെക്ഷൻ. ബേൾഗാവ് ധാർവാഡ് ടോൾവേസ്. ദൂരെ നേരെ കാണുന്നത് വിധാൻസൗധ, സ്വർണ്ണ വിധാൻസൗധ ബേൾഗാവി ലെജിസ്ലേറ്റീവ് അസംബ്ലി കർണാടകന്റെ. ഒത്തിരി വട്ടം കാണിച്ച നമ്മൾ. അത് നല്ല കൺസ്ട്രക്ഷൻ നല്ല അതിന്റെ. കോളാപ്പൂർ 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നിപ്പാനി 60 കിലോമീറ്റർ. ബേൽഗാവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ വന്ന് 60 കിലോമീറ്റർ എരിയുമ്പം കർണാടക ഏരിയയും മഹാരാഷ്ട്രയിലോട്ട് എൻ്റർ ചെയ്യും നമ്മൾ. ഇവിടെ എല്ലായിടത്തും റോഡ് പണിയാണ് നടക്കുന്നത്. ഇച്ചിരി അങ്ങോട്ട് ഓടുമ്പം പിന്നെ ഇങ്ങനെ സർവീസ് റോഡിലോട്ട് പോകാൻ പറയും. ഇനി കൊല്ലാപ്പൂർ ആ പാച്ച് പിന്നെ സത്തറ വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത ഒരു ടോളും കൂടെ വന്ന് ഹത്താർഗി ടോൾ പ്ലാസ. സത്തറ ഇവിടുന്ന് 217 കിലോമീറ്റർ ഉണ്ട്. കൊള്ളപ്പൂർ 74, പൂനെ 307. 10 കിലോമീറ്റർ ഓടണം. പിന്നെ ഇങ്ങനെ ഡൈവേർഷൻ വരും. പിന്നെ ഒരു 2-3 കിലോമീറ്റർ സർവീസ് റോഡിൽ കൂടെ പോകണം. അങ്ങനെ ലേറ്റ് ആവുന്ന ടൈം. കോലാപ്പൂർ ഇനിയും 47 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. റോഡ് പണിയുണ്ടോ? മലയെല്ലാം ഇടിച്ചിട്ട് റോഡിന് വേണ്ടിയാ അതല്ല ഇടിച്ചു വിളിക്കുന്നത്. മലയോ? ഓ, നമ്മളിപ്പോ ഉള്ളത് നിപ്പാനിയില. കർണാടക ബോർഡർ ആവാറായി. സമയം ഇപ്പം 2:30 മണി. 1:30 ലഞ്ച് ബ്രേക്കിന് നിന്നായിരുന്നു ഹോട്ടൽ അമർ എന്ന് പറഞ്ഞ. അവിടെ ഫുഡൊക്കെ നല്ലതായിരുന്നു. റേറ്റ് ഇച്ചിരി ഹൈ ആയിരുന്നു. ഇത് കർണാടകന്റെ ലാസ്റ്റ് ടോൾ പ്ലാസ ആയ കോഗ്നോലി ടോൾ പ്ലാസ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മഹാരാഷ്ട്ര തുടങ്ങുക. സാത്താറ 134 കിലോമീറ്റർ, പൂനെ 242 കിലോമീറ്റർ. കോലാപ്പൂർ 5, 9 കിലോമീറ്റർ കൂടെ ആകുമ്പോൾ കോലാപ്പൂറും. കിന്നി ടോൾ പ്ലാസ. ഇത് മഹാരാഷ്ട്രയുടെ ആദ്യത്തെ ടോൾ പ്ലാസ. ഭയങ്കര റഷാണ്. നമ്മൾ അരമണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ഒക്കെ പോകാൻ ഒക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് 10, അതിനെക്കാട്ടി കൂടുതൽ ടൈം. 10 കിലോമീറ്റർ പോലും പോകുന്നില്ല അരമണിക്കൂർ കൊണ്ട്. ഇതൊരു മെഷീൻ കൊണ്ടുവന്നിട്ടില്ല. ഒരാൾ പുറകെ കയറി ഇരിക്കുന്ന. അതിന് എത്ര വീലുണ്ട്. അതിന്റെ പിള്ളേർ വലിച്ചോണ്ട് പോകും അതിനെ. ഭയങ്കര മെഷീനാണ്. എത്ര ടയറുണ്ട് ഇതിന്. ഈ തിരക്കിൽ കൂടെ അവരെ സമ്മതിക്കണം ഇത് കൊണ്ടുപോകുന്നത്. സമയം ഇപ്പൊ 5 മണിയായി. ഇത് കറാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര ട്രാഫിക് ജാമാണ്. 645 കിലോമീറ്റർ ആയി ഇതുവരെ. ഇത് അടുത്ത ഒരു പിള്ളേർ വണ്ടി മെഷീനെ കൊണ്ടുപോവുക. 2 സൈഡിൽ ഇരിക്കുക. അതിനകത്ത് കുറെ സീറ്റ് പോലെ ആക്കി കെട്ടി വെച്ചേക്കുന്നുണ്ട് നോക്കാൻ. അതിപ്പം കയറി ഇരിക്കുന്ന എന്താ ട്രാഫിക് അല്ലേ ഒത്തിരി. അതിനായിരിക്കും അവര് ഏതാണ്ട് കൺട്രോൾ നിയന്ത്രിക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. പുറകിൽ ഏതാണ്ട് കൺട്രോൾ ചെയ്യാനുണ്ട് അവരുടെ കയ്യിൽ. 2 വീലർ വരുന്നുണ്ട് ഓപ്പോസിറ്റ്. വണ്ടി എല്ലാവരും ഓപ്പോസിറ്റില്. ആദ്യം തന്നെ റോഡിൽ സ്ഥലമില്ല. അന്നത്തെ ഓപ്പോസിറ്റും കൂടെ വരുമല്ലേ. ഭയങ്കര ജാമ.
ഇത് നമ്മളിപ്പോൾ കൊയ്ന നദിയുടെ പുറത്തു നിന്നാണ് പോകുന്നത്, കൊയ്ന റിവർ. കാസർഗോഡ് ടോൾ പ്ലാസ, വീണ്ടും ഒരു ടോൾ പ്ലാസ. ഇപ്പം നമ്മൾ സാത്താറ അടുക്കാറായി. 15 കിലോമീറ്ററിനുണ്ട് സാത്താറ. പിന്നെ ഇനി 120 കിലോമീറ്റർ ഉണ്ട്. സാത്താറ 9 കിലോമീറ്റർ. ഇപ്പം മണിയായി 6:15. 650 കിലോമീറ്റർ ഓടി. 700 കിലോമീറ്റർ ഓടി ഇതുവരെ. പാറ ഇന്നലെ ആണല്ലേ മൗണ്ടൻ. ബ്രിഡ്ജ് ഉണ്ടോ മേളിലോട്ട്? ഇത് സാത്താറ ആയി. ഇപ്പം സാത്താറ സിറ്റി, പൂനെ നേരെ. ടൈമായി 6:20. ഇനി ഇവിടുന്ന് പൂനെ ഉണ്ട് ഒരു 128 കിലോമീറ്റർ ഉണ്ട് വീടെത്താൻ. 130 കിലോമീറ്റർ ഉണ്ട് വീടെത്താൻ. ഇത് ഖമ്പട്കി ഘാട്ടാ. ഇത് ഘാട്ടല്ല, ഇപ്പൊ പ്ലെയിൻ റോഡാ. നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പം ഘാട്ടി കൂടെ വരണ്ടേ. എന്നാലും ഇപ്പൊ ഇത് പുതിയ റോഡ് പണിഞ്ഞേക്കോ. ഇത് സ്ട്രേറ്റ് റോഡ് തന്നെ. ഇന്നത്തെ ഘാട്ടിന്റെ ടണൽ പോലെ പണിഞ്ഞ് ഡയറക്റ്റ് അങ്ങ് എക്സിറ്റ് ആവും. ഇനി ഒരു ടണലൂടെ ഇല്ലേ പൂനെക്ക്? കാത്രേജിന്റെ പൂനെ സിറ്റിയിലോട്ട് ഇറങ്ങാൻ ഇനി ഒരു ടണലൂടുണ്ട്. പുതിയ ഹൈവേയുടെ പണി നടക്കും. ഓവർ ബ്രിഡ്ജ് ആക്കുക. ഇന്നത്തെ ലാസ്റ്റ് ടോൾ പ്ലാസ ഖേഡ് ശിവാപൂർ ടോൾ പ്ലാസ. ഇനി ഇത് കഴിഞ്ഞിട്ട് ടോൾ ഇല്ല. ഇപ്പം സമയം 7:45 ആയി. കിലോമീറ്റർ 780 കിലോമീറ്റർ ഓടി ഇതുവരെ. ഇനിയും വീടെത്താൻ 50 കിലോമീറ്റർ ഇനിയുണ്ട്. ട്രാഫിക് ഒത്തിരിയല്ല. നമ്മളിപ്പം കാത്രേജിന്റെ ടണലിലോട്ട് എൻട്രി ചെയ്യുക. ഈ ടണൽ വന്നതിന്റെ ട്രാഫിക് ഈസിയായി അങ്ങോട്ട് പോകാനൊക്കെ. അങ്ങോട്ട് പോകാൻ ഒരു ടണൽ, ആ സൈഡിൽ ഇപ്പുറം ഇങ്ങോട്ട് വരാനുണ്ട്. കറക്റ്റ് ടൈം 8 മണിയായി. 790 കിലോമീറ്റർ ഓടി. ഇപ്പം സമയം 8:30 820 കിലോമീറ്റർ ഓടി ഇതുവരെ. 16 hours ആയി. ആ ബ്രിഡ്ജിന്റെ അവിടെ കളർ കൊടുത്തേക്കുന്നത് നല്ല കാണാം. ബാനീർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് വന്നിരിക്കുന്നത്. പൂനെയുടെ രാത്രിയുടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. വാക്കട ഇഞ്ചോടിയുള്ള മെട്രോയുടെ ബ്രിഡ്ജാണ്. ഇവിടെ സർവീസ് തുടങ്ങിയിട്ടില്ല ഇതുവരെ. പണി നടക്കുന്നതേ ഉള്ളൂ.
ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ഡോബാസ്പേട്ട് ടു പൂനെയാണ് നമ്മൾ ഇന്ന് വന്നത്. ടോട്ടൽ 830 കിലോമീറ്ററായി. രാവിലെ 4:30 ഇറങ്ങി രാത്രി 9:15 വരെ എത്തും. ഇപ്പം പെട്രോൾ ടോട്ടലായ 5100, ടോളായി 1090. കേരള ടു പൂനെ ടോട്ടൽ പെട്രോളായി 9900, ടോളായി 1865. ഈ പ്രാവശ്യം കേരള ടു പൂനെയുടെ റൂട്ടായിരുന്നു ശാസ്താംകോട്ട. അവിടുന്ന് തിരിച്ച് അടൂർ, കമ്പകം, തേനി, ദിണ്ടിഗൽ, സേലം, ഹുസൂർ, ബാംഗ്ലൂർ, തുംകൂർ, ഹുബ്ലി, ധാർവാഡ്, കോലാപ്പൂർ, സത്താറ, പൂനെ. അങ്ങനെ ഇപ്പം 9:15 കറക്റ്റ് ഞങ്ങൾ വീടെത്തി. ഇന്നത്തെ ടോട്ടൽ വലിയൊരു ഓട്ടമായിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.